നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. പുഴു എന്ന സിനിമ സംവിധാനം ചെയ്ത റാത്തിന എന്ന സ്ത്രീയുടെ ഭർത്താവ് മുഹമ്മദ് ഷർഷാദ് ഈ പടത്തിനെതിരെ നിൽക്കാനുള്ള ഒരു പ്രധാന കാരണം മുൻ സിമി അനുകൂലിയും പോപ്പുലർ ഫ്രണ്ട് അനുയായിയുമായ ഹർഷദ് അലിയുടെ സാമീപ്യം കൊണ്ട് മാത്രമാണ്. അയാളുടെ ആദ്യ സിനിമയായ ഉണ്ടയും അതിനുശേഷം വന്ന പുഴുവുമൊക്കെ പറഞ്ഞു വെക്കുന്നത് കൃത്യമായ ഇസ്ലാമിസ്റ്റ് രാഷ്ട്രീയമാണ്. രാജ്യദ്രോഹ കേസിൽ അറസ്റ്റിലായി ജയിലിൽ കിടക്കുന്ന PFI ഭീകരൻ പി കോയയുടെ പടം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വരെ തൻ്റെ സ്വന്തം വാളിൽ പങ്കുവെക്കുകയും ആ ഭീകരവാദിക്ക് വേണ്ടി പ്രകീർത്തനങ്ങൾ ചൊരിഞ്ഞ് പ്രാർത്ഥിക്കണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്ത ആളാണ് ഉണ്ടയും പുഴുവും എഴുതിയ ഇസ്ലാമിസ്റ്റ് എഴുത്തുകാരൻ ഹർഷദ് അലി. ഭീകരവാദികളെ താലോലിച്ച് നടക്കുന്ന ഇത്തരം വർഗീയവാദികളെ മമ്മൂട്ടി പിന്തുണയ്ക്കുന്നത് എന്തിനാണ്? നിരന്തരം അവരുടെ പ്രോപ്പഗണ്ട ചിത്രങ്ങൾ എന്തിനാണ് മമ്മൂട്ടി ഏറ്റെടുക്കുന്നത്? ഇത് മനഃപൂർവ്വമാണ് എന്ന് സംവിധായകയുടെ മുസ്ലിം തന്നെയായ ഭർത്താവ് വെളിപ്പെടുത്തുമ്പോൾ പൊതുജനം പ്രതികരിക്കരുത് എന്ന് തിട്ടൂരം ഇറക്കുന്നത് എന്തിനാണ്? നിരോധിത സംഘടനയായ PFI നേതാവിൻ്റെ പടം സ്വന്തം മുഖപുസ്തകത്തിലിട്ട് പ്രകീർത്തിക്കുന്നവൻ ഭീകരൻ തന്നെയാണ്. അത് ഈ നാട്ടിലെ നിയമപ്രകാരം കുറ്റകൃത്യവുമാണ്. ഇവരോടൊക്കെ എന്ത് ബന്ധമാണ് മമ്മൂട്ടി പുലർത്തുന്നത് എന്ന് സംവിധായകയുടെ ഭർത്താവിൻ്റെ വെളിപ്പെടുത്തലിൻ്റെ പശ്ചാത്തലത്തിൽ പോലീസ് അന്വേഷിക്കണം. മുസ്ലിങ്ങളല്ലാത്ത ഇന്ത്യൻ പൗരന്മാർക്ക് അരിയും കുന്തിരിക്കവും വിൽക്കാൻ നടന്ന, സ്വന്തം രാജ്യത്തെ കാഫിറുകളായ ജനങ്ങളോട് യുദ്ധം പ്രഖ്യാപിച്ച PFI സംഘടനാ നേതാവിനെ അനുകൂലിച്ചും താലോലിച്ചും നടക്കുന്ന ഹർഷദ് അലിയെ ന്യായീകരിക്കാൻ ഇടതുപക്ഷവും കോൺഗ്രസും ഒരിക്കലും തയ്യാറാവരുത്. അയാൾ മലയാള സിനിമയെ കാർന്നു തിന്നാൻ വന്ന വർഗീയ ഹിംസ്ര ജന്തുവാണ്. അത്തരം ഒരാളുമായി മമ്മൂട്ടി മനഃപൂർവ്വം കൂട്ടുകൂടി എന്ന് സ്വന്തം കൂട്ടത്തിൽ തന്നെ ഉള്ളവർ ആരോപണം ഉന്നയിക്കുമ്പോൾ അത് മമ്മൂട്ടിക്കെതിരെയുള്ള വർഗീയ പ്രചാരണമാക്കി വഴിതിരിച്ചു വിടരുത്. PFI ലാളന ഉള്ളിൽ കൊണ്ടു നടക്കുന്ന വർഗീയ വിഷസർപ്പങ്ങളുടെ ചട്ടകമാകാൻ ദയവായി മമ്മൂട്ടി തയ്യാറാവരുത്. ഹർഷദ് അലി മലയാള സിനിമയിലെ PFI സ്ലീപ്പർ സെൽ ആണോ എന്ന് ബന്ധപ്പെട്ട കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പരിശോധിക്കണം. നാടിൻ്റെ സുരക്ഷയ്ക്കും പൊതുജനങ്ങളുടെ സുരക്ഷയ്ക്കും മലയാള സിനിമയുടെ സ്വച്ഛന്ത ഭാവിക്കും ഒക്കെയായി ഇതിൽ സത്യസന്ധമായ അന്വേഷണം നടക്കണം. സോണി ലൈവ് പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ ഇയാളെ പോലെയുള്ള PFI ചായ്വുകാർ എങ്ങനെയാണ് സീരീസുകൾ ചെയ്യുക എന്നതും ബന്ധപ്പെട്ടവർ പരിശോധിക്കട്ടെ. യഥാർത്ഥ പ്രശ്നങ്ങൾ മറച്ചുവെച്ച് മമ്മൂട്ടിക്ക് എതിരായ വർഗീയ പ്രചരണം, ടർബോ സിനിമയ്ക്കെതിരെ പ്രചരണം എന്നൊക്കെ ചാപ്പ ചാർത്തുന്നത് ഒരുതരം അടവാണ്. ഈ വിഷയത്തിൽ യഥാർത്ഥത്തിൽ വേണ്ടത് സമഗ്രമായ ഒരു അന്വേഷണമാണ്. തീർച്ചയായിട്ടും മമ്മൂട്ടിക്ക് അറിഞ്ഞോ അറിയാതെയോ ഈ വിഷയത്തിൽ തെറ്റു പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി പറയേണ്ടതും തിരുത്തേണ്ടതും മമ്മൂട്ടി മാത്രമാണ്. ഇന്ത്യൻ നിയമപ്രകാരം ഇവിടുത്തെ അന്വേഷണ ഏജൻസികൾ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച ഒരു തീവ്രവാദിയെപ്പറ്റി പ്രകീർത്തനം നിരന്തരമായിട്ട് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന വ്യക്തിയാണ് ഈ ഉണ്ടയുടെയും പുഴുവിൻ്റെയൊക്കെ തിരക്കഥാകൃത്ത്. അത്തരം ഒരാളുമായിട്ട് എന്ത് ബന്ധമാണ് മഹാനടൻ മമ്മൂട്ടി വെച്ച് പുലർത്തുന്നത് എന്ന് പൊതുസമൂഹത്തിന് അറിയേണ്ടതുണ്ട്. ഇനി അറിയാതെയാണ് അദ്ദേഹം ഇതുവരെ അങ്ങനെ ചെയ്തതെങ്കിൽ അത് തിരുത്തേണ്ടതും ആവശ്യമാണ്. എന്തായാലും ഇക്കാര്യത്തിൽ ശരിയായിട്ടുള്ള ഒരു അന്വേഷണമാണ് നടക്കേണ്ടത്, അല്ലാതെ ചാപ്പകത്തിലല്ല എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.